അടുത്ത നോക്കിയോളൂ. ഇതിൽ നമ്മൾ പറഞ്ഞില്ലേ എഗ്രിമെൻ്റ് തയ്യാറാക്കും എന്നുള്ളതില്ലേ, ഒരു എഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. ആ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡീഡെന്ന്. എന്താണ്? ആ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് എ റിട്ടേൺ എഗ്രിമെൻറ്റ്. എഴുതി നമ്മൾ തയ്യാറാക്കുന്ന ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഡീഡ് എന്ന് വെച്ചാൽ എന്താണ്? അവർ എഴുതി തയ്യാറാക്കുന്ന എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? പാർട്ട്നേഴ്സ് അല്ലേ. ആ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് എഴുതി തയ്യാറാക്കുന്ന ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ദാറ്റ് കണ്ടെയ്ൻ, അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ പാർട്ണർഷിപ്പ് ബിസിനസ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ടേംസും കണ്ടീഷൻസും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് അവോയ്ഡ് മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് എമംഗ് പാർട്ട്നേഴ്സ്. ഇതെന്തിനു വേണ്ടി സഹായിക്കുന്നു ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡ്? പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാതിരിക്കാനും അവർ തമ്മിൽ അടിയൊന്നും ഉണ്ടാകാതെ, കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാതെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ബിസിനസ് റൺ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെന്നല്ലേ. എന്തായിരിക്കും ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ്? നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ പ്രോഫിറ്റും ലോസൊക്കെ ഷെയർ ചെയ്യുന്നത് പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ എഗ്രിമെൻറ്റിൽ കൊടുത്തിരിക്കും അല്ലേ, എങ്ങനെ എത്രത്തോളം പ്രോഫിറ്റ് ഇവർ വീതിക്കണം, എത്ര ലോസാണ് ഇവർ വീതിക്കേണ്ടത്, അതുപോലെ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതെല്ലാം എവിടെ കാണും? ഈ ഒരു എഗ്രിമെൻറ്റിൽ കാണും. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ്. ടേംസും കണ്ടീഷൻസും റൂൾസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റിട്ടേൺ എഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാണുമെന്ന് നമുക്ക് അറിയേണ്ടേ? ആ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടോ? എങ്കിലും നോക്കിയോളൂ. ആദ്യം നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം. നമുക്ക് ആദ്യം ഒരു ബിസിനസ് ആകുമ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു ബിസിനസ്സിൻ്റെ പേരും അതിൻ്റെ അഡ്രസ്സൊക്കെ വേണ്ടേ? അതാണ് ഒന്നാമത്തെ കാര്യം. അത് തന്നെയാണ്, ആ ഒരു ബിസിനസ്സിൻ്റെ പേര് വേണം, ആ ഒരു ഫേമിൻ്റെ അഡ്രസ്സ് വേണം. അത് കഴിഞ്ഞ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ്. ബിസിനസ്സിൻ്റെ പേരും അഡ്രസ്സും മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അതിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും കൂടെ ഇതിൽ നമ്മൾ റിട്ടേൺ ചെയ്തിരിക്കണം. നേച്ചർ ഓഫ് ദ ബിസിനസ്, എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അതിൽ ആഡ് ചെയ്തിരിക്കണം. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ട്ണർ. രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് കാണും. ആ രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് എത്ര വീതം എന്താണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കാണും എന്നുള്ളത് ഇതിൽ ആഡ് ചെയ്തിരിക്കണം ഈ ഒരു പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിൽ. ആ പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? പാർട്ണർഷിപ്പ് ഡീഡിൽ ആഡ് ചെയ്തിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, എത്ര റേഷ്യോയിലാണ് ഇവർ പ്രോഫിറ്റ് ലോസ് ഷെയർ ചെയ്യുന്നത്? നിങ്ങൾ അടുത്ത വർഷം പാർട്ണർഷിപ്പിൻ്റെ ഒരു അക്കൗണ്ടൻസിയിൽ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുന്ന പാർട്ണർഷിപ്പിൻ്റെ ഒരു ചാപ്റ്ററാണ്. അതിൽ നിങ്ങൾ പഠിക്കും റേഷ്യോസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 2:1, 3:5 എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റേഷ്യോയിലാണ് ഇവർ പ്രോഫിറ്റും ലോസൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം എത്ര ഓരോ പാർട്ട്നേഴ്സും പ്രോഫിറ്റ് എടുക്കണം, ലോസ് എടുക്കണം എന്നുള്ളത് അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതിൽ? എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ്. അടുത്ത ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സിനുമുള്ള ഡ്യൂട്ടി എന്താണ്, അവർക്കുള്ള പവർ എന്താണ്, അതോറിറ്റി എന്താണെന്നുള്ളത് എന്ത് ചെയ്തിരിക്കും, ഇതിൽ മെൻഷൻ ചെയ്തിരിക്കും. കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊന്നും നമ്മൾ അത്ര വലിയ സീരിയസ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. സാലറി, കമ്മീഷൻ ഓർ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ്. നമ്മളറിയാം ഒരു ഫേം ആകുമ്പോൾ അവിടെ പാർട്ട്നേഴ്സ് ഉണ്ടല്ലേ. പാർട്ട്നേഴ്സിന് ഉറപ്പായിട്ട് എന്ത് കൊടുക്കണം? സാലറി കൊടുക്കണം. ഇവിടെ എന്താണ് പാർട്ണർഷിപ്പ് ഫേമും പാർട്ട്നേഴ്സും ഒന്നാണെങ്കിൽ പോലും പാർട്ണർഷിപ്പിൽ കിട്ടുന്ന എന്താണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന പൈസ എന്താണ്, ഇവർക്ക് എന്താണ് സാലറി ആയിട്ട് കൊടുക്കണം. ആ സാലറി എത്രയാണോ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്. ഇവർക്ക് കമ്മീഷൻ കൊടുക്കണമെങ്കിൽ അത് എത്ര രൂപ കൊടുക്കും, എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങണമെങ്കിൽ എത്ര ഇൻട്രസ്റ്റ് വാങ്ങും, എത്ര ഇൻട്രസ്റ്റ് കൊടുക്കും എന്നുള്ളതൊക്കെ ഇതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം, മെൻഷൻ ചെയ്തിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഡ്രോയിങ്സ്, അതുപോലെ തന്നെയാണ് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്, നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ ആയിട്ടുള്ള ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റലിന് കിട്ടുന്ന റിവാർഡ് അല്ലേ, റിവാർഡ് തിരിച്ചു കിട്ടുന്ന ഒരു ഇൻകം ആണല്ലേ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പാർട്ട്ണർ എന്ത് ചെയ്യും, ക്യാപിറ്റലായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യും, അതിന് കിട്ടുന്ന ഒരു റിവാർഡാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിന് എത്ര ഇൻട്രസ്റ്റ് കൊടുക്കും. ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് പാർട്ട്ണർ ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന പൈസയാണ്, അവരുടെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുത്തിട്ട് പോകുന്ന പൈസയാണ്. അപ്പോൾ നമ്മൾ പൈസ എടുക്കുമ്പോൾ നമ്മൾ പലിശ കൊടുക്കണ്ടേ അല്ലേ. നമ്മൾ പൈസ ഇടുമ്പോൾ
നമ്മൾ ബിസിനസ്സിലേക്ക് പൈസ ഇടുമ്പോൾ നമ്മൾ പലിശ വാങ്ങുന്നില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ബിസിനസ്സിൽ നിന്ന് പൈസ എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, പലിശ കൊടുക്കണം. അത് എത്ര പെർസെൻറ്റേജ് ആണ് കൊടുക്കേണ്ടത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏതിലുണ്ടായിരിക്കും, പാർട്ണർഷിപ്പ് ഡീഡിലുണ്ടായിരിക്കും. റൂൾസ് ഫോർ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ. അഥവാ ഇപ്പം നമുക്കറിയാം രണ്ടോ അതിലധികമോ പാർട്ണേഴ്സ് ഉണ്ടല്ലേ, ഈ രണ്ടോ അധികമോ പാർട്ണേഴ്സ് ഉള്ള സമയത്ത് പുതിയൊരു ആൾ വരികയാണ്, പുതിയൊരു ആൾ പാർട്ണറായിട്ട് വരികയാണ്, ഇല്ലെങ്കിൽ നിലവിലുള്ള ആൾക്ക് റിട്ടയർമെൻറ്റ് ഏജായി റിട്ടയറായി പോവുകയാണ്, ഇല്ലെങ്കിൽ വോളണ്ടറി ആയിട്ട് റിട്ടയറായി പോവുകയാണ്, അല്ലെങ്കിൽ നിലവിലുള്ള ഒരാൾ മരിച്ചു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് മാറ്റങ്ങളായിരിക്കും ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ വരിക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എവിടെ മെൻഷൻ ചെയ്തിരിക്കണം, നമ്മൾ എഗ്രിമെൻറ്റിൽ ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. മെത്തേഡ് ഓഫ് സെറ്റിലിംഗ് ഡിസ്പ്യൂട്ട്സ്, എന്തെങ്കിലും ഒരു അടിയൊക്കെ ഉണ്ടാവാതിരിക്കില്ല, പാർട്ട്നേഴ്സ് അല്ലേ, അവർ തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ വരും. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ സെറ്റിൽ ചെയ്യണം എന്നുള്ള മെത്തേഡ് ഏതിലുണ്ടായിരിക്കണം, നമ്മുടെ ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡിലുണ്ടായിരിക്കണം. ഡ്യൂറേഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ്, എത്ര കാലമാണ് ഈ ഒരു പാർട്ണർഷിപ്പ് നിലനിന്ന് പോകേണ്ടത് എന്നുള്ളൊരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം. ചില പാർട്ണർഷിപ്പ് ഫേമൊക്കെ 5 വർഷമായിരിക്കും, 1 വർഷമായിരിക്കും, 6 മാസമായിരിക്കും, അങ്ങനെ ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ എത്ര മാസത്തേക്ക് അല്ലെങ്കിൽ എത്ര വർഷത്തേക്ക്, എത്ര കാലം ഈ ഒരു ബിസിനസ് നിലനിന്ന് പോകണം എന്നുള്ള ഒരു ഡ്യൂറേഷൻ മെൻഷൻ ചെയ്തിരിക്കണം. പ്രൊസീജിയർ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് ദ ഫേം, അതുപോലെ ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, മൊത്തത്തിൽ പിരിച്ചുവിടുക, മൊത്തത്തിൽ അതങ്ങ് ക്ലോസ് ചെയ്ത് പോകുക, ആ ഒരു പാർട്ണർഷിപ്പ് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുന്നതാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോഴേ ഡിസൊല്യൂഷൻ നമുക്ക് വെറുതെ ചെയ്യാൻ പറ്റുമോ, ഇന്ന് നാളെ ഞാൻ ഈ ഒരു പാർട്ണർഷിപ്പിനെ അങ്ങ് തീർക്കാൻ പോകണമെന്ന് പറയാൻ പറ്റുമോ, ഒരിക്കലുമില്ല. അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ ഒരു പ്രൊസീജിയർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഏതിൽ മെൻഷൻ ചെയ്തിരിക്കണം, പാർട്ണർഷിപ്പിൻ്റെ എഗ്രിമെൻ്റ് ആയിട്ടുള്ള ഡീഡിൽ മെൻഷൻ ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ നോക്കി വേണം ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ക്ലോസ് ചെയ്യാനായിട്ട്, പാർട്ണർഷിപ്പ് ബിസിനസ് ക്ലോസ് ചെയ്യാൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എവിടെ പറഞ്ഞിരിക്കണം, നമ്മുടെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ വരുന്ന കണ്ടന്റ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഫേം, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ണേഴ്സ്, നേച്ചർ ഓഫ് ദ ബിസിനസ്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച് പാർട്ണർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് റേഷ്യോ, ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് പാർട്ണേഴ്സ്. നിങ്ങൾ എൻ്റെ കൂടെ പറയുന്നില്ലേ, എന്നോടൊപ്പം തന്നെ പറഞ്ഞു തരും കേട്ടോ. സാലറി, കമ്മീഷൻ ഓർ ഇൻട്രസ്റ്റ് ടു പാർട്ണേഴ്സ്, ഇൻട്രസ്റ്റ് ഇൻ ക്യാപിറ്റൽ ഡ്രോയിങ്സ്, റൂൾസ് ഫോർ അഡ്മിഷൻ, റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ണർ, മെത്തേഡ് ഓഫ് സെല്ലിംഗ് ഡിസ്പ്യൂട്ട്സ്, ഡ്യൂറേഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ്, പ്രൊസീജിയർ ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ് ഓഫ് പാർട്ണർഷിപ്പിൽ വരുന്നത്, പാർട്ണർഷിപ്പ് ഡീഡിൽ വരുന്നത്. അപ്പോഴേക്കും നമ്മൾ കണ്ടില്ലേ, ഒരു പാർട്ണർഷിപ്പിൽ ഏകദേശം ഒരു പോയിന്റ് എന്താണ്, ഒരു ടോപ്പിക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയാണ് വരുന്നത്, കണ്ടന്റ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഈ 4 ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾ ഈ പഠിച്ചത് ഞാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങൾ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. അഥവാ നിങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നാൽ എന്ത് ചെയ്യും, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ നന്നായിട്ട് വായിക്കുക. നമ്മുടെ PDF ആണ്. വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ PDF ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ PDF വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ PDF കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ പ്രോഗ്രസ്സിങ് ആണ്, ഇപ്പോഴും പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളത് കുറച്ചുകൂടെ നല്ല രീതിക്ക് ക്രിയേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും PDF കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് മെസ്സേജ് ഇട്ട് ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ +1 ഒരു കൊമേഴ്സിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടേക്കുക. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന PDFും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊരു മെസ്സേജ് ഇടുക.